എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോം ടിപ്സ് ആൻഡ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ചെയ്യുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പഴംപൊരിയാണ്. കുറച്ച് വ്യത്യാസമായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതിനു വേണ്ടി 5-6 ഏത്തപ്പഴം എടുക്കാം. ഉണ്ടാക്കി വരുമ്പോൾ കാണുന്നത് പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഈ പഴംപൊരിക്ക്. ഒരു ഏത്തപ്പഴം 6 കഷ്ണമായിട്ടാണ് ഇവിടെ മുറിച്ചെടുത്തിരിക്കുന്നത്. ഇങ്ങനെ ചെറുതായിട്ട് മുറിക്കുകയാണെങ്കിൽ പെട്ടെന്ന് റെഡിയായി കിട്ടും. 1/2 കപ്പ് ആട്ട എടുത്തിട്ടുണ്ട്. ഇത് ഈ പാത്രത്തിലേക്ക് മാറ്റാം. ആശീർവാദിൻ്റെ സെലക്ട് ആട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇതാകുമ്പോൾ ആ ഗോതമ്പ് പൊടിയുടെ ടേസ്റ്റ് എടുത്തു വരില്ല. അടുത്തതായി ചേർക്കുന്നത് 1/2 കപ്പ് കടലമാവാണ്. 1/2 കപ്പ് മൈദയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൈദ വേണ്ടാത്തവർക്ക് ഇത് ഒഴിവാക്കാം. 1/4 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് ഉപ്പും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ കൂട്ടുകളെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. പൊടിയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് ബാറ്റർ ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് തിക്കായിട്ടുള്ള ബാറ്ററാണ് ഇവിടെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പഴംപൊരിക്ക് നല്ലൊരു കോട്ടിങ് കിട്ടും. 1 കപ്പ് വെള്ളം എടുത്തതിൽ വളരെ കുറച്ച് വെള്ളമേ ഇവിടെ ബാക്കി വന്നിട്ടുള്ളൂ. കുറച്ചും കൂടെ ലൂസായിട്ടുള്ള ബാറ്റർ വേണ്ടവർക്ക് ഇതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി പഴംപൊരി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ മുറിച്ച് വെച്ചിരിക്കുന്ന പഴം ബാറ്ററിൽ മുക്കി ഓരോന്നായി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായി വന്നപ്പോഴേക്ക് 4 കഷ്ണം പഴം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഉപയോഗിച്ച എണ്ണ പിന്നീട് ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് വളരെ കുറച്ച് എണ്ണയിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ഈ പഴംപൊരിയുടെ കോട്ടിങ് തന്നെ വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും അടുത്ത പ്രാവശ്യം പഴംപൊരി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെയൊന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്കിതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഒരു ബെല്ലൈക്കണും കൂടെ വരും. അതും കൂടെ ഒന്ന് ആക്ടിവേറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കതിനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ.